കഴിഞ്ഞൊരു ദിവസം ഞാൻ ദഴവയുടെ ഭാഗമായിട്ട് പുറത്തു പോയപ്പോൾ ഒരു ഉമ്മാനെ കാണുകയുണ്ടായി. ആ ഉമ്മാനോട് അല്പനേരം സംസാരിച്ചു. കൂട്ടത്തിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഉമ്മ മക്കളൊക്കെ എവിടെയാണ്, എന്താണ് അവരുടെ വിശേഷങ്ങൾ, അവരുടെ വർത്താനം എന്താ? അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ മക്കളൊക്കെ വിദേശത്താണ്, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, ഒരു 3-4 വർഷത്തോളമായി അവർ വിദേശത്താണ്. ഉടനെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു, മക്കളൊക്കെ വിളിക്കാറില്ലേ എന്ന്. അപ്പോൾ ഉമ്മ പെട്ടെന്നൊരു മൗനമായി പോയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും സംഭാഷണം കേട്ട് നിൽക്കുന്ന ഒരു ഉപ്പ അപ്പുറത്ത് കസേരയിലിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഉപ്പാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ ഉപ്പാൻ്റെ 2 ചുണ്ടുകൾ ഇങ്ങനെ പെടപെടക്കുന്നുണ്ട്. പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, ഒരു 3-4 വർഷത്തോളമായിട്ട് വിദേശത്താണ്, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡാണ്. എനിക്ക് വലിയ വിഷമമായി. സ്വന്തത്തെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് യോജിച്ചതാണോ? ഒരിക്കലുമല്ല. നമ്മെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ഭാര്യ, ശരിയാണ്, ആ ഭാര്യയെ തന്നെയാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മുടെ സ്വന്തത്തെ, നമ്മുടെ ബന്ധത്തെ വേർപ്പെടുത്തിക്കൊണ്ടാവരുത്. ചിലപ്പോൾ വല്ല ജോലിയുടെ തിരക്കിലുമായിരിക്കാം. പക്ഷെ എന്നാലും ആ ഉമ്മാക്ക് അങ്ങനെ പറയാൻ സാധിച്ചില്ല. ആ മോനൊക്കെ വിളിക്കാറുണ്ട് എന്ന് ഉമ്മാക്ക് പറയാൻ സാധിച്ചില്ല. അവിടെ തന്നെ എന്തോ ഒരു വിഷമത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. നമ്മുടെ ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് എത്ര വില കൊടുത്താലും കിട്ടാനാവാത്ത വലിയൊരു നിധിയാണ്, പൊൻകുടമാണ്. ആ കുടം നമ്മൾ ഒരിക്കലും ഉടച്ചു പോകരുത്.